കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയമുള്ളവരെ, ദൈവം വിളിക്കാത്തവൻ നമ്മുടെ കൂടെ ഉണ്ടായാൽ അതൊരു വിപത്താണ്, ഒരു ആപത്താണ്. ദൈവം വിളിക്കുന്നത് അബ്രാഹത്തെയാണ്. വിളി കേട്ടവൻ അബ്രാഹം മാത്രമാണ്. അബ്രാഹത്തിൻ്റെ ജീവിത പങ്കാളി, അബ്രാഹത്തിൻ്റെ ആ വിളിയുടെ ഒരു ഭാഗമാണ്. അബ്രാഹത്തെ ദൈവം ഒരു അനുഗ്രഹമായി തീരുവാൻ വിളിക്കുന്നു. അപ്പോൾ അബ്രാഹത്തെ വിളിക്കുമ്പോൾ അബ്രാഹത്തിൻ്റെ ജീവിത പങ്കാളി ആ വിളിയുടെ ഒരു ഭാഗമാണ്. പക്ഷെ വിളിയുടെ ഭാഗമല്ലാത്ത ഒരു വ്യക്തിയെ അബ്രാഹം കൂടെ കൂട്ടി, അതാണ് ലോത്ത്. ആ ലോത്തിൻ്റെ ജീവിതം നമുക്കറിയാം. ഒരുപാട് സമ്പത്തൊക്കെ വർദ്ധിച്ചപ്പോൾ ഭൃത്യന്മാർ തമ്മിൽ കലഹമുണ്ടായി. അത് അബ്രാഹത്തിനെ ദൈവം വിളിച്ചതിനാൽ ഓരോ ചെറിയ കാര്യത്തിലും അത് ദൈവീകമായ കാഴ്ചപ്പാട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാൻ ഒരു കൃപ അബ്രാഹത്തിനുള്ളത് കൊണ്ട് അബ്രാഹം പറയുകയാണ് 13-ാമത്തെ അധ്യായത്തിൽ, ഉൽപ്പത്തിയിൽ, നമ്മൾ സഹോദരങ്ങളാണ്, നമ്മൾ തമ്മിൽ കലഹം ഉണ്ടാകരുത്. അപ്പോൾ വിളി ലഭിച്ചവൻ്റെ ഒരു ഉൾവിളിയാണ് നമ്മൾ കലഹമുണ്ടാക്കരുത്. അതായത് വിളി ലഭിച്ച വ്യക്തിക്ക് എന്നും ഒരു ദൈവത്തിൻ്റെ ഒരു ഉൾവിളി എപ്പോഴും ഉണ്ടായിരിക്കും. അത് ശ്രവിക്കുവാൻ ഒരു കൃപ നമുക്കുണ്ടാകണം. മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിശബ്ദമായ ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് ഈ ഉൾവിളി ശ്രവിക്കുവാൻ നമ്മൾ സന്നദ്ധരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകുന്നത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാൻ കഴിയും. ഈ വിളി ലഭിക്കാത്തവനെ നമ്മൾ കൂടെ കൂട്ടിയാൽ, അതായത് നമ്മൾ പലപ്പോഴും സൗഹൃദങ്ങൾ, കൂട്ടുകാർ, സ്വന്തക്കൾ, ബന്ധു ഒക്കെയുണ്ട് നമ്മുടെ കൂടെ. പക്ഷേ നമ്മൾ അവരെ കൂടെ ചേർക്കുമ്പോൾ, ഈ ദൈവം പ്രത്യേകം തിരഞ്ഞെടുക്കാത്തവരെ കൂടെ ചേർത്താൽ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേര് ബിസിനസ് തുടങ്ങി, സൗഹൃദങ്ങളെ പ്രതി തുടങ്ങി, ഒടുക്കം അത് ശത്രുക്കളായി മാറിയ ഒരുപാട് സംഭവങ്ങൾ എൻ്റെയും നിങ്ങളുടെയും കൺമുമ്പിൽ ഇല്ലേ പ്രിയമുള്ളവരെ? ഒരേ പായൽ കിടന്നവർ, ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷിച്ചവർ, സ്നേഹത്തിൻ്റെ സാദൃശ്യമെന്ന് പറയുവാൻ വിളിക്കപ്പെട്ട ജീവിതങ്ങൾ ചിലപ്പോഴൊക്കെ വഴി പിരിഞ്ഞു പോയതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിനാൽ വിളിയില്ലാത്തവരെ കൂടെ കൂട്ടരുത്. നമ്മൾക്ക് ആ ഉൾവിളി തിരിച്ചറിയാൻ കഴിയണം. പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തമായൊരു ഉൾവിളി ഞങ്ങൾക്ക് ഉണ്ടാകാൻ, ആ ഉൾവിളിയുടെ ബോധ്യം തിരിച്ചറിയുവാനുള്ള കൃപ നൽകണമേ എന്ന് ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് നിന്റെ സങ്കേതം, നിന്റെ കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന നിന്റെ ദൈവം എന്ന് പറയും. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.